കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സദ്യയ്ക്കൊക്കെ സ്പെഷ്യലായിട്ടുണ്ടാക്കുന്ന മത്തങ്ങ പയർ എരിശ്ശേരി എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. മത്തങ്ങ കഴിക്കാത്തവരൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയാൽ കഴിക്കും കേട്ടോ. വളരെയധികം ഗുണങ്ങളുണ്ട് വൻപയറിനും മത്തങ്ങയ്ക്കും. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഫ്രഷ് ആയിട്ടുള്ള മത്തങ്ങയും തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത വൻപയർ, അത് വെള്ളയായാലും റെഡ് ആയാലും കുഴപ്പമില്ല കേട്ടോ. നല്ലപോലെ വേവിച്ചെടുക്കണം, നന്നായിട്ട് കുതിർത്ത് വേവിച്ചെടുക്കണം. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ഒരു മത്തങ്ങയുടെ ഒരു കഷ്ണം കൂടിയാണ് ഞാനിപ്പോൾ എടുത്ത് തയ്യാറാക്കുന്നത് കറി കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം പറയണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട, കൂടെ ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കല്ലേ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. മത്തങ്ങയുടെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി കട്ട് ചെയ്ത് എടുക്കുകയാണ്. തോലിലെല്ലാം പോഷക ഗുണങ്ങളുണ്ട്. വളരെ ഇളയതാണെങ്കിൽ നമുക്ക് അതുപോലെയൊക്കെ കട്ട് ചെയ്തിടാം കേട്ടോ. തോലിലൊക്കെയാണ് ഇതിൽ കൂടുതൽ വിറ്റാമിൻ എല്ലാം ഉള്ളത്. വൻപയർ കുതിർത്തെടുത്ത് വേവിച്ചെടുത്തതും മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്ത് വെച്ചതുമാണ്. ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലോ ഒരു ചട്ടിയിലേക്കോ കഴുകി വൃത്തിയാക്കിയെടുത്ത മത്തങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് അരച്ചെടുത്താലും മതി. ഞാനിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയാണ് ഇനി ചേർത്ത് കൊടുത്തത്. ഇനി മത്തങ്ങ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മത്തങ്ങ കഷ്ണങ്ങൾ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇളയതായതുകൊണ്ട് മത്തങ്ങ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതൊന്ന് വെന്ത് വരണം കേട്ടോ. പെട്ടെന്ന് വേവും. അല്ലെങ്കിൽ കുക്കറിൽ ഒരുമിച്ചിട്ട് വേവിക്കുകയും ചെയ്യാം കേട്ടോ. ഇതെനിക്ക് പെട്ടെന്ന് വേവും. സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുത്തതാണ്. നേരത്തെ പയറും വേവിച്ച് വെച്ചു എന്ന് പറഞ്ഞല്ലോ. മത്തങ്ങ ഒരുവിധമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, വെള്ളം വറ്റിയിട്ടില്ല. ഇനി നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള വൻപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുക്കറിൽ ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്യണത്. ഒന്ന് അടച്ചു വെച്ചു. നന്നായിട്ടൊന്ന് പയറും മത്തങ്ങയും കൂടി അങ്ങ് മിക്സ് ആയിട്ടുണ്ട്. പയറൊക്കെ നന്നായി വെന്തതാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം വെക്കേണ്ടതില്ല കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വന്നു. ഇനി നമുക്ക് ഈ മത്തങ്ങയും പയറും കൂടി ഒന്ന് ഉടച്ചു കൊടുക്കണം. മത്തങ്ങ നന്നായിട്ടൊന്ന് ഉടഞ്ഞോട്ടെ കേട്ടോ. കയ്യിൽ വെച്ച് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്കിത് ഉടച്ചെടുക്കാൻ പറ്റും, നല്ലപോലെ വെന്തതുകൊണ്ട്. പയർ ജസ്റ്റ് ഒന്ന് പൊട്ടിയാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു ടേസ്റ്റൊക്കെ ആയിട്ട് വരും. അതും കൂടി ഒന്ന് പൊട്ടിച്ചേർന്നാലേ എന്ന് വെച്ച് കൂടുതലങ്ങ് ചെയ്യണ്ട കേട്ടോ. ഇനി നമുക്ക് ഈ സമയത്ത് തന്നെ നമുക്കൊരു അരപ്പ് ഇവിടെ തയ്യാറാക്കി വെക്കണം. അത് ആദ്യം തന്നെ ചെയ്യണം കേട്ടോ. അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയിട്ട് അതിലേക്ക് നല്ല ജീരകം ഇടാം, കുറച്ച് ചെറിയുള്ളിയും ഒരു പച്ചമുളകും പിന്നെ 2-3 വെളുത്തുള്ളി അല്ലിയും കൂടി ചേർക്കാം. പയറൊക്കെ ചേർക്കുന്നതല്ലേ, ഗ്യാസൊക്കെ ഉണ്ടാകും. അപ്പോൾ വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. നമ്മൾ അവിയലിനൊക്കെ ചതയ്ക്കുന്നില്ലേ, അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി അതിൽ ചേർത്തിരുന്നു കേട്ടോ. ഇനി മത്തങ്ങയും പയറും നന്നായിട്ട് ഉടച്ച് വെച്ചതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതും കൂടി ചേർക്കാം. കൂടുതൽ വേണ്ട, അവരവരിഷ്ടം പോലെ. കുറച്ച് ലൂസായിട്ടാണ് എരിശ്ശേരി ഉണ്ടാവുക. ഒരല്പം കറിവേപ്പിലയൊക്കെ വിതറി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കണം നമുക്ക്. നല്ലപോലെ ഒന്ന് ഇളക്കി ആ പച്ച മണമൊക്കെ അരപ്പിൻ്റെ മാറട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി സിമ്മിലിട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം കേട്ടോ. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഇനി മെയിനായിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ചേർക്കണം. എന്നിട്ട് വെളിച്ചെണ്ണയിൽ ഇതൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മത്തങ്ങയും പയറും കൂടി ഇതിലേക്ക് ചേർക്കുക, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നോക്കൂ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ പയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെ അഭിപ്രായം പറയണേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.